രാമോജി ഫിലിം സിറ്റിയോ? നീ എന്താ ബാഹുബലി എടുക്കാൻ പോണേ? ബാഹുബലിയാണോ മഹാബലിയാണോ എന്നൊക്കെ മോള് സിനിമ ഇറങ്ങുമ്പോ കാണും. അവസാനം തിയേറ്ററിൽ വരുമ്പോ നരബലി ആവാണ്ടിരുന്നാ മതി. ഈ സംഭവം ആക്ച്വലി ഭയങ്കര സംഭവമായിരിക്കും. കാരണം എന്റെ വിഷൻ എങ്ങനെയാണ്, ഈ ഡയറക്ടേഴ്സ് വിഷൻ. അതെ അതെ. പിന്നെ അവിടെ ആവുമ്പോ ഇങ്ങനെ ലൊക്കേഷൻ ഒന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. എയർപോർട്ടിന് എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷന് റെയിൽവേ സ്റ്റേഷൻ, ഹാർബറിന് ഹാർബർ, അവിടെ എല്ലാം ഉണ്ടല്ലോ. ഹാർബർ ഹൈദരാബാദില്. അതിന് ഹൈദരാബാദിൽ എവിടെയാണ് കടലുള്ളത്? ഇല്ല, നമ്മള് സെറ്റ് ഇടും, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ സി ചെയ്യും, മോഡേൺ ടെക്നിക്സാ. പിന്നെ ഇതൊരു മൾട്ടി ലാംഗ്വേജ് സ്റ്റാർസ് ഒക്കെ ഉള്ള സിനിമയായത് കാരണം ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5 ഭാഷയിലൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. മലയാളം, ഹിന്ദി, തെലുഗു, തമിഴ്, കന്നഡ, പിന്നെ തുളുവിലൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഭയങ്കര വിഷനുള്ള പ്രൊഡ്യൂസറാണ്. ചേട്ടനും ഹിന്ദിയിലൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ആണോ? പക്ഷെ പ്ലാൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് സിനിമ ചെയ്യാൻ സെൻസ് വേണം, പിന്നെ കാശ് മുടക്കാനുള്ള ഗട്ട്സും വേണം. പിന്നെ ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നടക്കത്തില്ല. ഒരു സെക്കൻഡ്. അയ്യോ, ആരാ? കട്ടപ്പ, നമ്മുടെ സത്യരാജ് സാറേ. ഞാനൊരു വേഷം കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ, അതാണ്. ഒരു സെക്കൻഡേ. ഹലോ. ഓ, പഠിച്ചു മുടിച്ചിട്ടീங்களா சார்? இவ்வளவு சீக்கிரமா? ஓ, யூ ஃபைண்ட் இட் வெரி இன்ட்ரெஸ்டிங். ஆசம். தேங்க் யூ சார், தேங்க் யூ. ஒரு செகண்ட், அப்புறம் பார்க்கலாம். இது சென்னைக்கு வரணுமா? நாளைக்கா? ஐயோ வேணாம் சார். சார் ஃப்ளைட் நானே புக் பண்றேன் சார். பிசினஸ் கிளாஸ் எல்லாம் வேணாம் சார், வேணாம். ഇതെന്താണ് മിനി പറയുന്നത്? ഇനി ഒരു മാസം? എടാ, പ്രോജക്റ്റ് ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ആയി. ഞാൻ എന്ത് ചെയ്യാനാ? എടാ, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര എക്സൈറ്റഡ് ആണെന്നറിയോ? എടാ, നിന്നെക്കാളും എക്സൈറ്റഡാ ഞാൻ. പക്ഷെ അതിവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് പ്രോജക്റ്റ് കഴിഞ്ഞാലേ വരാൻ പറ്റൂ. നീ ഒരു മാസം ഒരു വർഷം എന്താ എടുത്തിട്ടോ, ഞാൻ നിന്റെ മുഖമൊക്കെ മറന്നു പോയിട്ടോ. അഭി, നീ ശരിക്കും എന്റെ മുഖം മറന്നോ? ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട്. എടാ, ഒരു സംവിധായകന് സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോരം ടെൻഷൻ പിടിച്ച പരിപാടിയാണെന്നറിയോ? ഇപ്പോഴല്ലേ നിന്റെ സപ്പോർട്ടൊക്കെ വേണ്ടത്? അതൊക്കെയല്ലേ ഒരു ധൈര്യം. പിന്നെ നിന്നെ പ്രസവത്തിന് കൊണ്ടുപോയല്ലേ കൈ പിടിച്ച് ധൈര്യം തരാൻ. നീ ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. എടാ, ഒരു സംവിധാനം സംബന്ധിച്ച് ഒരു സിനിമ മാത്രമല്ല, ഓരോ സീനും ഓരോ ഷോട്ടും ഓരോ ടേക്കും പോലും ഓരോ പ്രസവം പോലെയാണ്. ഒന്നല്ല, 1000 പ്രസവത്തിനാണ് ഒരു സംവിധാനം ഒരുമിച്ച് അനുഭവിക്കുന്നത്. ഡെലിവറിയുടെ ഒരു കാർണിവലാണ്. ഇതുപോലെ നിനക്കറിയും. സമ്മതിച്ചു. ജസ്റ്റ് ഒരു മാസം നീ പടത്തിന്റെ പണികൾ തുടങ്ങുമ്പോഴേക്കും ഞാൻ എത്തും. നീ നാളെ തന്നെ ഷൂട്ട് തുടങ്ങുമല്ലോ, സമയമുണ്ടല്ലോ. ആ സമയമൊന്നുമില്ല, ചിലപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയിരിക്കും. നീ എപ്പോഴാന്ന് വെച്ചോ. എന്നാലും മീനു അവൾക്ക് ഒരു മാസം കൂടി പ്രോജക്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അല്ലാണ്ട് ഒരു മാസം കഴിഞ്ഞ് കല്യാണം എന്നല്ലേ പറഞ്ഞത്. അതായിരുന്നു ഇതിലും നല്ലത്. ബോംബെയിലൊക്കെ അവിടെ നല്ല കിടിലം ബോളിവുഡ് പയ്യന്മാരുണ്ട്. അവളുടെ ലക്ക് പോലിരിക്കും. ഈ സ്റ്റാറ്റസ് കൊള്ളാലോ. രണ്ടുപേർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, നമ്മുടെ ഇവൻ്റ് അല്ലേ, തോൽവിയായി സാർ, ഭയങ്കര തോൽവിയായി. തനിക്കിതൊരു പുതിയ സംഭവം ഒന്നുമല്ലല്ലോ അല്ലേ? സാർ, അടുത്ത ഇവൻ്റ് ശരിയാക്കാം സാർ. ഐ ജസ്റ്റ് ഹേറ്റ് ദീസ് വേർഡ്സ്. ശരിയാക്കാം, ശരിയാവും. എനിക്കും അങ്ങനെ തന്നെയാണ്, തീരെ ഇഷ്ടമല്ല ഇതൊന്നും. ശരിയാക്കാം സാർ. എന്ത് ശരിയാക്കണോ? 5 വർഷത്തെ പ്രോഗ്രാം വല്ലതും ആണത്? ഒരു ഹോട്ടലിൽ ഇനോഗ്രേഷൻ അല്ലേ? ആ MC എന്തൊക്കെയാണോ പറഞ്ഞു കൂട്ടിയത് അവിടെ കിടന്നിട്ട്? MC എന്ത് ചെയ്ത്? നല്ല കുട്ടിയായിരുന്നല്ല, എനിക്കിഷ്ടമായി. തനിക്കപ്പം എന്താ സംഭവം എന്ന് മനസ്സിലായില്ല? അറിയാം സാർ, ലാസ്റ്റ് മിനിറ്റ് പോപ്പർ പൊട്ടാതിരുന്നല്ലേ. എടോ ജിൻഡോ, അത് ആങ്കർ ചീഫ് ഗസ്റ്റിന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ തെറ്റിച്ചിട്ടാ പറഞ്ഞത്. അയാളുടെ കലിപ്പിലാ പോയെന്ന്. അതെ സാർ, ഞാനൊരു കാര്യം പറയട്ടെ സാർ. നമ്മുടെ ഇവൻസിനെ ഒരു സ്ക്രിപ്റ്റിന്റെ കുറവുണ്ട്. എന്തിന്റെ സ്ക്രിപ്റ്റാ? എല്ലാ ആങ്കേഴ്സിനും സ്വന്തമായിട്ട് ഫംഗ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല. അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് ക്ലിയർ ആയ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാകും. സത്യം. എന്നാ താണ്ടാക്കും. അല്ല, ഞാനെങ്ങനെ എഴുതും സാർ? എന്നാ താണ്ടാക്കും. അയ്യോ, ഈ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കാണ് സാർ. താൻ എന്തിനെങ്കിലും സ്ട്രോങ് ഉണ്ടോടോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കാം. സാർ, പറ്റിയൊരാളെ നമ്മൾ കണ്ടുപിടിക്കണം, അതാണ്. എന്നാ താൻ തന്നെ കണ്ടുപിടിക്കുന്ന. റിട്ടേൺ സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് നമ്മളൊരു ഇവന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വെരി ക്ലിയർ. ഓക്കെ? ഓക്കെ സാർ.
എൻ്റെ അമ്മേ. എന്താണ് എന്ത് പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ഇതിലൊന്നും വലിയ കാര്യം തോന്നുന്നില്ല. അയ്യോ, അത് നല്ല ഫ്രഷ് പേസ്ട്രിയാണ്. നിനക്ക് ഇഷ്ടായില്ലേ? മുണ്ടാ, ഞാൻ മാറ്റി കൊണ്ടുവന്നേരാം. താടാ. ഡാ, മീനാക്ഷിയുടെ കാര്യമല്ലേ, നീ നോക്കിയൊന്നും പേടിപ്പിക്കണ്ട. അവളിങ്ങ് 1 മാസം കഴിയുമ്പോൾ വരുമല്ലേ, പിന്നെ നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേ? ഇനി അതായിരിക്കും എൻ്റെ ടെൻഷൻ. ആ, ചിലപ്പോൾ അതായിരിക്കും. ഇവൻ ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷം ഭയങ്കര കുഴപ്പമുണ്ടോ? ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഓരോ കൗണ്ടർ അടിക്കും. ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ പറ, എന്താ നിന്റെ ടെൻഷൻ? എടാ, മീനാക്ഷിക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടോന്നൊരു. എന്ത്? ഇനി അവിടെ വേറെ ആരെങ്കിലും? നീ എന്തൊക്കെയാടാ പറയണേന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കി. ദേ, ഞാൻ വലിയ ഷോർട്ട് ഫിലിമിലൊന്നും അഭിനയിച്ചിട്ടില്ല, എന്നാൽ ഈ സമയത്ത് എനിക്ക് ഈ ഡയലോഗ് പറഞ്ഞേ പറ്റൂ. ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് അഭി? പൊളി. വരാനുള്ളതൊന്നും വഴി തങ്ങൂല. 1 മാസം കഴിയുമ്പോൾ അവൾ വെട്ടിങ്ങടക്കെ എടുത്ത് ഇങ്ങോട്ട് വരും. അതല്ലെങ്കിൽ നീ കൂടും കൂടെ എടുത്ത് അങ്ങോട്ട് വരും. സിമ്പിൾ. യെസ്, കേസ് ഡിസ്മിസ്ഡ്. യെസ്, ഓഫ് കോഴ്സ്. വന്ന സോൾട്ട് ആൻഡ് പേപ്പറിനെ കൊണ്ട് വല്ലാത്ത കഷ്ടപ്പാടായി. സോൾട്ട് ആൻഡ് പേപ്പറോ? ആ, എൻ്റെ MD, എൻ്റെ ജോസഫേട്ടാ വന്നേ ഒരു ഐഡിയ പോലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. എന്തെങ്കിലും ഐഡിയ പറഞ്ഞാലുണ്ടല്ലോ അതങ്ങനെ തന്നെ ബൂമറാങ് പോലെ തിരിഞ്ഞ് എൻ്റെ തലയ്ക്ക് ഇടിച്ച് വന്ന് നിൽക്കും. ഇപ്പോൾ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആളെ വേണമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? വീട്ടിൽ പോയി ഉണ്ടാക്കണം. ജോസഫേട്ടാ, നിങ്ങളും എന്നെ കൈവിടുകയാണല്ലേ. എൻ്റെ കൊച്ചെ വീട്ടിൽ പോയി ഉണ്ടാക്കണമെന്ന്. വീട്ടിൽ പോയി ഞാൻ എന്തുണ്ടാക്കാനാ? MDക്ക് ബലിയാടാകാൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ വേണം. അതിന് നമ്മുടെ MD സാറിൻ്റെ അടുത്തോ രഞ്ജി പണിക്കർ സാറിൻ്റെ അടുത്തോ പോയിട്ട് കാര്യവും ഇല്ല. ഇല്ല. You mean DIG? MDയുടെ വിശപ്പ് മാറും, DIGയുടെ കടിയും മാറും. അങ്ങനെയാണെങ്കിൽ അവന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ അത് നേരാണല്ലോ. ആ, എന്റെ ജോസഫേട്ടാ. You are a genius എന്നാണല്ലേ? അല്ല, പോയി ചായ എടുത്തിട്ട് വാ. ഈ ഉണ്ടമ്പലൊക്കെ കഴിച്ചു തീർക്കട്ടെ. ഞാൻ ഒരാളിലിരുന്ന് തിന്നാൻ ഞാൻ ചെല്ലും. DIG. ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞു. അപ്പൊ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? അതല്ലേടാ, ഒന്നുകൂടെ പറയാൻ പറഞ്ഞേ. ഓക്കെ. നമ്മുടെ നായകനും നായികയും താമസിക്കുന്ന വീട്ടിലേക്കാണ് ആര് വരുന്നത്? നായികയുടെ ചേട്ടൻ, നായകനെ തല്ലാൻ പറഞ്ഞയക്കുന്ന ഗുണ്ട. 4 മണിക്ക് ചായയോടെ തരാം. എന്ത് ഉണ്ട? ഉണ്ടയല്ല. ഓ, ഇതൊന്നും നേരെ വെക്കണ്ട ചേച്ചി. ഗുണ്ട, ഗുണ്ട. ആ, ഗുണ്ട. പക്ഷേ അപ്പൊ അവിടെ ആരുണ്ട്? നമ്മുടെ നായകന്റെ അത്ര തന്നെ ഹീറോയിസ് ഉള്ളതോ അല്ലെങ്കിൽ അതിനേക്കാൾ ഇച്ചിരി കൂടുതൽ നായകത്വം തോന്നുന്ന നായകന്റെ സുഹൃത്ത്. അതെങ്ങനെയാടാ? അതങ്ങനെയാണ്, കേൾക്ക്. അപ്പോൾ നായകനേക്കാൾ ഗ്ലാമറുള്ള നമ്മുടെ നായകന്റെ സുഹൃത്തിനെ ഗുണ്ട കണ്ടു ഞെട്ടുന്നു. ഒന്നുകൂടെ കുറച്ചുകൂടെ ഞെട്ട്. ആ, ഓക്കെ. അപ്പോൾ എന്താണ് കാര്യം? അവിടെയാണ് ട്വിസ്റ്റ്. നമ്മുടെ നായകന്റെ സുഹൃത്തിന്റെ സുഹൃത്താണ് ഈ ഗുണ്ട. നായകൻ തല്ലുകൊള്ളാതെ രക്ഷപ്പെടുന്നു. ഇതെന്തൊരു ഒലക്കേറെ കഥയാടാ. ഹീറോ ആണെങ്കിൽ തല്ലണം. ഗുണ്ട ചുമ്മാ ഇരിക്കല്ലേ, അയാൾ വെറുതെ തന്നെ തല്ലുന്നത്. പോരാത്തവര് സുഹൃത്തിന്റെ സുഹൃത്തുമാണ്. എന്നാ ആ സുഹൃത്തിനെ വേണം ആദ്യം തല്ലാൻ. അയ്യോ, ആ സുഹൃത്തല്ലേ നമ്മുടെ നായകനെ രക്ഷിച്ചത്. എടാ, ഗുണ്ടകളോട് കൂട്ടുകൂടി നടക്കുന്നവനാണോടാ നായകന്റെ ഫ്രണ്ട്? ആദ്യം അടി കിട്ടേണ്ട ആ തെണ്ടിക്കല്ലയോ? അതെങ്ങനെ? അതങ്ങനാ. നീയോ തല്ലിയില്ല, എൻ്റെ കയ്യിലെങ്ങാണം കിട്ടിയാൽ ഞാൻ അവനെ തല്ലും, നിന്റെ ഹീറോയും തല്ലും. അവൻ്റെ ഒരു ഒലക്കല കഥ. കൂൾ കൂൾ, നമുക്ക് തല്ലാം. അലക്കി പറ. നീ എവിടെ? എന്താ പരിപാടി? ഞാനിവിടെ ഒരു റൗഡിയായിട്ട് തല്ലിന്റെ വക്കിലെത്തി നിൽക്കായിരുന്നു. നീ കാര്യം പറ. എടാ, എൻ്റെ ഓഫീസിലെ നിനക്ക് പറ്റിയൊരു വേക്കൻസി വന്നിട്ടുണ്ട്. ട്രൈ ചെയ്യുന്നോ? MDയുടെ ആണോ? ഐ എം സീരിയസ്. ഞങ്ങൾക്കൊരു ക്രിയേറ്റീവ് റൈറ്ററിനെ വേണം. നിന്റെ ഓഫീസിൽ എന്ത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്? എടാ, പലതും വരാ. മെയിനായിട്ട് ഈവൻസിന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ. നോ വേ ബേബി. നോട്ട് യു ബേബി. സിസ്റ്റർ, ഞാൻ എൻ്റെ സ്വപ്നത്തിന്റെ തൊട്ട് മുമ്പിലെത്തി നിൽക്കുകയാണ്. സിനിമയുടെ കൊട്ടാര പടിവാതിക്കൽ നിൽക്കുന്ന എന്നെ നിനക്ക് ഇങ്ങനെയുള്ള ഓരോ ഓഫേഴ്സും തന്ന് പ്രലോഭിപ്പിക്കാൻ പറ്റില്ല. എടാ, നീ പടിവാതിക്കലോ തട്ടും പുറത്തോ അടുപ്പിന്റെ മേലോ എവിടെ വേണേലും കയറി നിന്നോ.
ഇപ്പൊ നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ഓഫറാടാ. ലക്കി, ഡൈ വിത്ത് മെമ്മറീസ് നോട്ട് ഗോൾസ്. ലക്ഷ്യങ്ങളല്ല, ഓർമ്മകൾ ബാക്കി വെച്ച് മരിക്കാനാണ് DIGക്ക് ഇഷ്ടം. സിനിമയാണ് സ്വപ്നം. നീ മരിച്ചോ, കുഴപ്പമില്ല. പക്ഷേ അതിനു മുമ്പ് നീ എൻ്റെ MDനെ വന്നൊന്ന് കാണണം. നീ വരുമെന്ന് ഞാൻ പറഞ്ഞു പോയി. വന്ന് നിനക്ക് കുറച്ചാലും കൂടെ ജീവിക്കാം. ഓക്കെ, കൊണ്ടാ വിളയാട്ടം. ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് പ്രൊഫൈലിൽ നിന്ന്. ഓക്കെ, ഇനി ആ കണ്ണട ഒന്ന് വച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി ചെറിയൊരു സ്മൈൽ ഒന്ന്. എന്താടാ? ഞാനിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറെ കാണുന്നേയില്ല. എന്നാ കണ്ണട മാറ്റാറുണ്ടോ? നോ, നീ ഇപ്പോൾ ഒരു ഡയറക്ടറായിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ചേട്ടാ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയാ, നിന്റെ ഫോട്ടോ എടുക്കുന്ന ആരാന്നറിയോ? മലയാള സിനിമയുടെ വരുംകാല ചരിത്രമാണ് ചരിത്രം. ഫ്യൂച്ചർ ഡയറക്ടറാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസൻറ്റിൽ എത്തി നിൽക്കുന്ന ഫ്യൂച്ചർ. ചേട്ടാ സിനിമ എടുക്കുമ്പോൾ എനിക്കൊരു ചാൻസ് തരൂ. ഒരു ചാൻസ് കൊടുക്കവി. നല്ല ലുക്കൊക്കെ ഉള്ള പയ്യനല്ലേ? മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ആ, ഒരു ഷോർട്ട് ഫിലിം. ആഹാ, സെയിം പിച്ച്. എന്താ ഷോർട്ട് ഫിലിമിന്റെ പേര്? ബോംബെ മിട്ടേ. ആരാ ബോംബെയില്? അവക്കുട്ടാ, നിന്റെ മീനാക്ഷി കംപ്ലീറ്റ് ആയിട്ട് ബോംബെയില് സെറ്റിലായ? ഇല്ല, ചോദിക്കാൻ പാടില്ലായിരുന്നല്ലേ. അതായത് ഞാൻ ഉണ്ടാക്കി പറയാണെന്ന് വിചാരിക്കരുത്, പക്ഷെ ഒരു തിരക്കഥാകൃത്തിന്റെ ജീവിതം എത്രമാത്രം തിരക്കുകളാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അല്ല, അറിയാം. അറിയില്ല. പറഞ്ഞുതരാം. അതായത് ചർച്ചകളുടെ ഒരു മഹാപ്രളയമാണ് എൻ്റെ പ്രൊഫഷണൽ ജീവിതം. അപ്പോൾ ഡയറക്ടറുമായിട്ട് ചർച്ച, സൂപ്പർ സ്റ്റാറുമായിട്ട് ചർച്ച, നോർമൽ സ്റ്റാറുമായിട്ട് ചർച്ച, പിന്നെ പ്രൊഡ്യൂസറുമായിട്ട് ചർച്ച, പ്രൊഡക്ഷൻ മാനേജറുമായിട്ട് ചർച്ച, പിന്നെ ക്യാമറമാൻ, മേക്കപ്പ് മാൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, കോസ്റ്റ്യൂമർ, എഡിറ്റർ, അമ്മ, ഫെഫ്ക, അങ്ങനെ ചർച്ചകൾ എന്ന് വെച്ചാൽ 24 മണിക്കൂറിൽ ചുരുങ്ങിയത് ഒരു 25 മണിക്കൂർ എനിക്ക് ചർച്ച കാണും. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും എഴുതാൻ സമയം കിട്ടാറുണ്ടോ? എഴുത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ചർച്ച. ഓ, DI ഞങ്ങളുടെ കമ്പനിയിലുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിക്കൊരു ഹെൽപ്പായിരിക്കും ആക്ച്വലി. യെസ് യെസ്, അതെനിക്ക് മനസ്സിലാവും. മനസ്സിലായല്ലോ. എന്താണ് എക്സ്പെക്റ്റേഷൻ? ഐ മീൻ സാലറി. അതിപ്പോൾ എന്നെപ്പോലൊരു ക്രിയേറ്റീവ് റൈറ്ററിൻ്റെ സാലറി തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണല്ലോ. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കല്ലേ അറിയൂ. അതെ, ഞങ്ങൾക്കും കൂടെ അറിയണം അല്ലേ സാറേ? സാലറി പറഞ്ഞില്ല. 5,000 5,000 രൂപയുള്ളൂ പെർ ഇവന്റ്. അയ്യോ സാറേ, നമ്മുടെ ചില ഇവന്റുകളുടെ ബഡ്ജറ്റ് 5,000 രൂപ ഉണ്ടാവാറില്ല. അല്ല, അപ്പോൾ അത്ര ലോ ബഡ്ജറ്റ് ഇവന്റുകൾക്ക് എന്നെ പോലെ ഒരാളുടെ സേവനം എടുക്കാതിരിക്കല്ലേ സാർ നല്ലത്? എഗ്രീഡ്. എഗ്രീഡ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് 1-2 ചർച്ചകൾ നടത്താറുണ്ട് സാർ. എന്ത് ചർച്ച? അതിപ്പോൾ പുറത്തു പറയാറായിട്ടില്ല. ചർച്ച കഴിഞ്ഞിട്ട് പറയാം. 5,000 രൂപ സാർ. എൻ്റെ ഇൻക്രിമെന്റിന്റെ കാര്യം. തനിക്ക് ഇൻക്രിമെന്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയോടോ? ഉറക്കം വായിക്കട്ടെ, ഞാനിവിടെ കേൾക്കട്ടെ. വേണ്ടടാ, ഞാനൊരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു വയ്ക്കാം. അപ്പം എല്ലാവർക്കും വായിക്കാമല്ലോ. അത് എന്താ വെച്ചാൽ ചെയ്. നീ സിനിമ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവളെന്ന് പറഞ്ഞു. അതെട്. നീ പോയിട്ട് എന്തായി? ആ ജോലി നമുക്ക് ശരിയാവില്ല. അതെന്താ പേയ്മെന്റ് കുറവാണോ? പേയ്മെന്റ് ആണോടാ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ഗോൾ? ആണോ? കത്തി പൈസ വെച്ച് ഇറക്കി വിട്ടുണ്ടാവും. എന്നെ ഞാൻ ചോദിച്ച കംപ്ലീറ്റ് പൈസ അവർ തരാമെന്ന് പറഞ്ഞു, സിംഗിൾ പെന്നി കുറയാതെ. ആരും നിനക്കാ? സത്യമായിട്ടും. എന്ത് കണ്ടിട്ട്? അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ അവിടുന്ന് ഒഴിവാൻ വേണ്ടി ചോദിച്ചായിരുന്നു, പക്ഷെ അവർ സമ്മതിച്ചു. നീ എത്ര ചോദിച്ചത്? 5,000 രൂപ. നല്ല 5,000 രൂപ ഒരു ഇവന്റിന്. ഇന്നാണ് ക്രിയേറ്റിവിറ്റിയുടെ വില എനിക്ക് ശരിക്കും മനസ്സിലായത്. വട്ടാണോ? ആർക്ക്? നിന്നെ ജോലിക്ക് എടുക്കാന്ന് പറഞ്ഞവന്മാർക്ക്. ആക്കല്ലേ. എന്നിട്ടെന്ത്? എനിക്ക് സിനിമ കാണാൻ മെയിൻ. അതുകൊണ്ട് ഞാൻ മുങ്ങി. എങ്ങനെ? ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ചർച്ച ചെയ്യാനുണ്ടെന്ന്. ആരോട് എന്ത് ചർച്ച ചെയ്യാൻ? എന്നോട് തന്നെ. പിന്നെ അല്ലാണ്ട് ഇവിടെ സിനിമ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവൻ്റെ ഒരു പാലുകാച്ചും കാതുകൂത്തൊക്കെ. ഇവന്റിന്റെ സ്ക്രിപ്റ്റേ മണ്ടത്തരം. യൂട്യൂബ് വേണ്ട. എടാ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ കാണുന്നില്ലേ?
എന്നെ നോക്കണേ, ഞാൻ എടുത്തിട്ടില്ല. എടാ യൂട്യൂബിൽ സിനിമയുടെ ട്രെയിലർ കണ്ടാന്ന്. ഓ, യൂട്യൂബിൽ പടങ്ങളുടെ ട്രെയിലറൊക്കെ ഇറങ്ങാൻ തുടങ്ങിയ. എടാ നിങ്ങളുടെ പടത്തിന്റെ ട്രെയിലർ, അതേ സീന്, അതേ ഡയലോഗ്, അതേ കഥ. ഏത് പടം? പടത്തിന്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തോ മിഥുനോ കർക്കിടകോ അങ്ങനെ എന്താണ്, സംഭവം സെയിമാണ്. നീ ആ സ്ക്രിപ്റ്റ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? എത്ര പേരോട് കഥ പറഞ്ഞാടാ. എടാ ആരാണ് ആക്ട് ചെയ്തിരിക്കുന്നത്? അമരേഷ് പുരി. ന്യൂ ഫേസ് ആണ്. എടാ നീ ശരിക്കും നോക്കിയാ? നോട്ടെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്താണ്, പടം ഇറങ്ങുമ്പോ തിയേറ്ററിൽ പോയി കാണാം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോണം. എടുത്തെങ്ങനെ? അല്ല അവനോടൊപ്പം അവൻ അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ലടാ ഞാൻ നോക്കി. അവനെ ഫോണിലേക്ക് വിളിച്ചു നോക്കടാ. വിളിച്ചു നോക്കിയാടാ സ്വിച്ച് ഓഫ് ആണ്. ഷേ, ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവനിത് എവിടെ പോയിരിക്കുക? നീ അവനെ വല്ലതും പറഞ്ഞായിരുന്നോ? ഞാനെന്ത് പറയാൻ? എന്ത് പറഞ്ഞു? എന്താ കാര്യം? നീ അവൻ വിഷമം സഹിക്കാൻ വയ്യാണ്ട് വല്ല കിടക്കുകയും ചെയ്തിട്ടുണ്ടാവോ? വിഷു ദേ അവന്റെ ഒരു മെസ്സേജ് ഇന്നലെ രാത്രി അയച്ചതാ. ദൈവമേ, എവിടെ? ലക്കി, ഇങ്ങനെയൊരു സ്റ്റെപ്പ് എൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. തോറ്റു കൊടുക്കുന്നവരെ ഭീരുക്കളായേ ഞാൻ എന്നും കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്കിനി വേറെ നിവൃത്തിയില്ല. അപ്പൊ ചർച്ച എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിൽ എന്നോട് തന്നെയുള്ളൊരു ചർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ല, അതിനെക്കുറിച്ച് പറയണമെന്നില്ല. എന്നിട്ട് ഞാൻ ഒരു തീരുമാനത്തിലെത്തി. അതായത് ജോലിയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം. ഒരു ജോലിയെ നമ്മൾ കുറച്ച് കാണരുത്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും സാറിൻ്റെ ഓഫർ സ്വീകരിക്കാൻ. ഓ ഗ്രേറ്റ് യാർ. എന്നെപ്പോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു റൈറ്ററിൻ്റെ സേവനം സാറിൻ്റെ കമ്പനിക്ക് ഒരുപാട് ഗുണം ചെയ്യും. എനിക്ക് പണത്തേക്കാൾ കൂടുതൽ ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസും ആയിരിക്കും. പക്ഷേ ഡി ഐ ജി, ആ വേക്കൻസി ഇവിടെ ഇല്ലല്ലോ ഇപ്പോൾ. അയ്യോ, അതെന്ത് പറ്റി സാർ? ഞാനൊരു ഇന്റേണൽ വെച്ചു. ആരാ വെച്ചത്? ഒരു ഇന്റേണൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത ആളെ. അയാൾക്കൊരു പഠനവും എനിക്കത് ചിലവ് പറഞ്ഞൊരു ഹെൽപ്പും. അത് എനിക്ക് പക്ഷെ ഒരു ഹെൽപ്പ് ആവില്ലല്ലോ സാർ. തന്നെ പോലത്തെ ഒരാളെ സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ വെച്ച് ലോക സിനിമയോട് ചെയ്യുന്ന വലിയ അനീതി ആയിരിക്കും. സാറ് സീരിയസ് ആയിട്ട് പറയുന്നതാണോ? യെസ്, ഓഫ് കോഴ്സ് യാർ. എന്നാൽ ഞാനും സീരിയസ് ആയിട്ട് പറയട്ടെ. സാർ എങ്ങനെയെങ്കിലും എനിക്ക് ആ ജോലി തരണം സാർ. 24 മണിക്കൂറിലും 25 മണിക്കൂർ ചർച്ച, സിനിമയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന ആശയങ്ങളൊക്കെ ഉണ്ട് സാർ. പക്ഷെ ആമാശയത്തിലൊന്നുമില്ലല്ലോ. ശമ്പളം സാറ് ഡീസൻ്റ് ആയിട്ട് എന്തെങ്കിലും തരുമെന്ന് എനിക്കറിയാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. മോനെ, നീ ഇങ്ങനെ ഇവിടെ ജോലി കയറിയ നീ എന്നേക്കും ഇയാളുടെ അടിമയായി മാറും. പ്ലേറ്റ് തിരികെ നിന്നെ കൊണ്ട് പറ്റും. ഇടയ്ക്ക് ലീവ് എടുക്കുന്ന പരിപാടി നടക്കൂല കേട്ടോ. ലീവ് ഇടയ്ക്ക് എടുക്കേണ്ടി വരും സാർ. താൻ ജോയിൻ ചെയ്യണല്ലോ അതിനു മുമ്പ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് പറ്റിയൊരു ഷോർട്ട് ഫിലിം കോൺസെപ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് പോണ്ടി വരും. അത് പിന്നെ എന്താ പറയുക, ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കുള്ളൊരു നായകൻ്റെ കഥയാണ്. അതിനെ പറ്റിയൊന്നും ഇപ്പം സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കുള്ള സാർ ഡി ഐ ജി. അയ്യോ, ഇത് നിമിത്താണ്. യെസ് യാർ. ഇതിന്റെ സന്തോഷത്തിൽ നമുക്കൊന്ന് ചാർജ് ചെയ്താലോ? ഇപ്പോഴോ? അല്ല, എൻ്റെ ഫോണിലെ ബാറ്ററി ഇരുന്നു, അത് ചാർജ് ചെയ്യുന്ന കാര്യം. ചാർജർ എവിടെ? ചാർജർ നമ്മള്